ശബരിമല കൊള്ളക്കേസിൽ കടകംപള്ളി സുരേന്ദ്രനെയും പോറ്റിയെയും ഇഡി ചോദ്യം ചെയ്യുമെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിലവിലെ കമ്മ്യൂണിസ്റ്റ് MLA കടകംപള്ളിയെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ലേ? വളരെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടാകും. കാരണം SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ പറഞ്ഞ സമയത്തിനകത്ത് കൊടുക്കാത്തതുകൊണ്ട് ഓരോ പ്രതികളും ജാമ്യത്തിൽ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. മുരാരി ബാബു ഇറങ്ങിപ്പോയി, അതിനു മുമ്പ് ഒരാൾ ഇറങ്ങിപ്പോയി, 90 ദിവസം ആകാൻ പോകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്, അദ്ദേഹവും ജാമ്യത്തിൽ ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുവാൻ താമസിക്കുന്നത്? അത് തികച്ചും രാഷ്ട്രീയമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിൻ്റെ പോലീസ് ആയതുകൊണ്ടെന്നുള്ള ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, ആരും സ്വർണ്ണക്കൊള്ളക്കേസിൽ രക്ഷപ്പെടുകയില്ല എന്ന് കോടതി ഉറപ്പ് നൽകിയിരുന്നു. ജസ്റ്റിസ് രാജൻ സാറും ജസ്റ്റിസ് KV വിജയകുമാറും. അപ്പോൾ ജഡ്ജിമാർ കേരള ജനതയ്ക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, തെറ്റ് ചെയ്തവരാരും രക്ഷപ്പെടുകയില്ല എന്ന്. ഇപ്പോൾ 90 ദിവസം ജാമ്യം കിട്ടിയാലും നേരെ കേസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്തിരിക്കുകയാണ്. ഈ വിധി വന്നതാരെ? കോൺഗ്രസ്സുകാർ കൊടുത്തതോ കമ്മ്യൂണിസ്റ്റുകാർ കോടതിയിൽ കൊടുത്ത കേസല്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവർ ടെക്കെന്ന് ആക്ഷേപിക്കുന്ന രാജീവ് ചന്ദ്രശേഖർജി കൊടുത്ത കേസാണ് ബഹുമാനപ്പെട്ട ജഡ്ജിസ് രാജനും KV വിജയകുമാറും എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി വന്നിട്ടുള്ളത്. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ കോടതി അവരെ വെറുതെ വിടുകയില്ല. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഇവരെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞൊരു റിട്ട് ഹർജിയോ പൊതു താല്പര്യ ഹർജിയോ കോടതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം ഇവർ രണ്ടുപേരും ഈ കുറ്റത്തിൽ പങ്കാളികളാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളും കമ്മ്യൂണിസ്റ്റുകാരും കോവിലിൽ നിന്നെടുത്തു. അത് ഇന്ത്യ കടക്കുവാൻ വേണ്ടി, കടൽ കടക്കുവാൻ വേണ്ടി വിദേശത്ത് കോൺഗ്രസ്സുകാരുടെ ബന്ധമുള്ള പുരാവസ്തു കേന്ദ്രങ്ങളിലേക്ക് സെയിലായി. ഈ 90 ദിവസത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കണം. കുറച്ച് സാധനങ്ങളല്ലാതെ ഇതിൻ്റെ ശരിക്കുമുള്ള സാധനങ്ങൾ പോലും SITക്ക് കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതാണ് ദുർഗത കോടതിക്ക് വന്നിട്ടുള്ളതും ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി കൊടുത്ത ഹർജിയിൽ കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ED ഉറപ്പായിട്ടും 90 ദിവസം ഇവരെ വിടുകയാണ് എങ്കിൽ ED ഇവരെ അറസ്റ്റ് ചെയ്യും. മന്ത്രിയല്ല, MLA അല്ല, തന്ത്രിയല്ല, ആരായാലും ശരി ചാർജ് ഷീറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കൊടുക്കുക തന്നെ ചെയ്യും. പൊതുവെ ഈ കേസുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന് ഇപ്പോൾ ഒരു ധാരണയുണ്ട്. ഈ കേസ് ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുകയാണ്, SITയുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ആ ഇഴഞ്ഞു നീങ്ങുന്നത് ചിലരെ രക്ഷപ്പെടുത്തുവാനാണ്. കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായുള്ള ജാമ്യം ലഭിച്ച് പല പ്രതികളും പുറത്തു വരാനുള്ള സാഹചര്യമുണ്ട്, പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുമോ? ഒത്തുതീർപ്പിൽ BJP വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിലെ UDF LDF ഇതിനകത്ത് പ്രതികളാണ്. BJP ഒത്തുതീർപ്പിന് പോകുകയാണെങ്കിൽ BJP ഈ സംസ്ഥാനത്തെ വാട്ടർലൂ ആവും. എങ്ങനെയാണോ കോൺഗ്രസിനെ ജനം വെറുത്തുകൊണ്ട് ഇരിക്കുന്നത്, എങ്ങനെയാണോ LDFനെ കമ്മ്യൂണിസ്റ്റിനെ വെറുത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം BJP മേലുണ്ട്, നരേന്ദ്രമോദിയിൽ മേലുണ്ട്, നമ്മുടെ അമിത്ഷാജിയോടുണ്ട്, രാജീവ് ചന്ദ്രശേഖർജിയുടെ ആ കോർ കമ്മിറ്റിയോട് ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. കേന്ദ്രത്തിൽ BJP ഇരിക്കുന്നല്ലോ. SITയുടെ റിപ്പോർട്ടിൽ ഇവർ 90 ദിവസം ജാമ്യം എടുത്ത് പുറത്തു വന്നാലും അമിത്ഷായുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയം ഇവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് തെളിവുകൾ കോടതി കൊടുക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അറിയാമെന്നുള്ളത് കൊണ്ടാണ് നീണ്ട 45 വർഷം ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പോലുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയത്. കേരളത്തിലുള്ള ജനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും CPIക്കാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും അല്ല. വെറും 20% രാഷ്ട്രീയ പ്രവർത്തകരെ കേരളത്തിലുള്ളൂ. 80% നിഷ്പക്ഷവതികളായ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരാണ് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനവിധി അനുകൂലമാക്കുന്ന, ആര് വരണം ആര് വരണ്ട എന്നുള്ളത്. ആ 20% രാഷ്ട്രീയക്കാരെ മാറ്റിവെച്ചാൽ 80% തീരുമാനിച്ചതാണ് തിരുവനന്തപുരം പോലുള്ള വലിയ നഗരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജേഷ് ജിയെ പോലുള്ളവർ മേയറായത്. അത് ജനങ്ങൾക്കൊരു വിശ്വാസം
കേരളത്തിലെ ജനങ്ങൾക്കും തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസികൾ ശബരിമല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു ആൻറ്റി ഇൻകംസ് കേരളത്തിലുണ്ട്. ഒരു ഗവൺമെൻറ് വിരുദ്ധ നിലപാടുള്ള ജനങ്ങൾ കേരളത്തിലുണ്ട്. അതിനകത്തൊരു സംശയമില്ല. പക്ഷേ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും? പകരം ആര്? കോൺഗ്രസ്സുകാർ വരികയാണ് എങ്കിൽ മുസ്ലിം ലീഗായിരിക്കും ഭരിക്കുന്നതെന്ന് ബഹുഭൂരിപക്ഷം ജനതയ്ക്കും അറിയാം. ഒരു ജില്ലയായിരിക്കും തിരുവനന്തപുരം തലസ്ഥാനത്തിൻ്റെ ഭരണം. കാരണം കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലഘട്ടത്തെല്ലാം തിരുവനന്തപുരത്തുകാർ അനുഭവിച്ചൊരു സംഭവമുണ്ട്. ഒരു ഹോട്ടലിൽ പോയി ഒരു മുറി ബുക്ക് ചെയ്യാൻ ഒക്കില്ല. മലപ്പുറത്തു നിന്നുള്ള എല്ലാം ഇവിടെ വരും. എല്ലാ മുറികളും ഹോട്ടൽ. ഒരു കല്യാണ ആവശ്യത്തിന് ദൂരെ നിന്ന് ആരെങ്കിലും വന്ന് മുറികൾ ബുക്ക് ചെയ്താൽ സെക്രട്ടേറിയറ്റ് പരിസരം, തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള മേജർ ഹോട്ടലുകളെല്ലാം അവർ ആണ് 5 വർഷം അവരുടെ നേതാക്കളും അവരുടെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും മത ആൾക്കാരുമായിരിക്കും. അത് തിരുവനന്തപുരത്തും പ്രത്യേകിച്ച് കേരളത്തിൽ, വിശിഷ്ട കേരളത്തിലെ ജനങ്ങൾക്കതറിയാം. UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ മേജറായ വകുപ്പുകൾ മുസ്ലിം ലീഗാണ്. PWD, വിദ്യാഭ്യാസം, അതുപോലെ മറ്റ് കാതലായിട്ടുള്ള വ്യവസായ വകുപ്പ്, പ്രവാസി, ടൂറിസം എല്ലാം അവർ കൈകാര്യം ചെയ്യും. കുഞ്ഞാലിക്കുട്ടി, ബാക്കിയുള്ള മന്ത്രിമാർ. അവർക്കിനി ഒരു വകുപ്പ്, ഒരു അധികാരം കിട്ടിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് യുവാക്കൾ പൊറുതിമുട്ടി നിൽക്കുന്നു. അവർ പോകും. വിദ്യാഭ്യാസത്തിൽ പുതിയ പുതിയ നയങ്ങൾ അവർ കൊണ്ടുവരണം. പച്ച സാരി ഉടുപ്പിക്കണം, പച്ച നെയിം ബോർഡുകൾ സ്കൂളിൽ വയ്ക്കണം. അവരുടെ വിദ്യാഭ്യാസ പാഠ്യ പദ്ധതികൾ അവർക്ക് കൊണ്ടുവരണം. അവരുടെ ജിഹാദികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. വന്നാൽ മാറാട് പോലുള്ള കലാപങ്ങളും ഉണ്ടാകും. അത് കേരളത്തിലെ 80% വരുന്ന നിഷ്പക്ഷരായ മുസ്ലിം സമുദായക്കാർക്ക് പോലും അറിയാം. അവർ മതം വളർത്തും. അതുകൊണ്ടാണ് അവരുടെ മുൻ MLA ആയിരുന്ന ഷാജി പോലും മലപ്പുറത്തൊരു സമ്മേളനത്തിൽ പറഞ്ഞത്, മതമാണ് നമുക്ക് പ്രശ്നം. നമ്മൾ മുസ്ലിം ലീഗ് മതത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്താ? പക്ഷപാതമോ ആരോടും പ്രീണനമില്ലാതെ, എല്ലാവരോടും തുല്യനീതിയോട്, ആരോടും പ്രാദേശികമില്ലാതെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ മുൻ MLA പ്രസംഗിച്ചിരിക്കുന്ന വാക്കിതാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലായി. കേരളം ഭരിക്കുകയാണ് എങ്കിൽ മുസ്ലിം ലീഗ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തന്നെ അവർ MLA മാർ കൂടുതൽ ചോദിച്ചു തുടങ്ങുന്നു. കോൺഗ്രസ്സിന് കിട്ടുന്ന MLA മുസ്ലിം ലീഗിനും കിട്ടും. 30-35 പേരെ MLA കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ്സിനും 10-35-40 പേരെ MLA കിട്ടുകയാണെങ്കിൽ അവർ പറയും മുഖ്യമന്ത്രി നമുക്ക് വേണമെന്ന് പറയും. കൊടുത്തില്ല എങ്കിൽ അവർ മുന്നണി വിടും. അപ്പോൾ ആ ഒരു സാഹചര്യം കേരളത്തിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് തടയുവാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമുദായങ്ങളും ഹിന്ദു സമുദായങ്ങളും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ് മലപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവരാവശ്യപ്പെടുന്നത് എന്താ? മലപ്പുറത്ത് പുതിയ ജില്ല വേണം. ഈ പുതിയ പഴയ ജില്ല കൊടുത്തതാരാ? 57-ലെ ബഹുമാനപ്പെട്ട EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് കേരളത്തിൽ ഒരു മതത്തിന് വേണ്ടി ജില്ല പതിച്ചു കൊടുത്തത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അത് അവർ നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ സമ്മേളനങ്ങളിലെല്ലാം ഇന്ന് UDF LDF നേതാക്കൾ തള്ളല. തിരുനാവ് പോലുള്ള മുകുന്ദ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി സംഗമമായ തിരുനാവായിൽ നടന്ന ഇത്തരത്തിലുള്ള മഹാമാങ്ങളിലൊന്നും കോൺഗ്രസ്, മുസ്ലിം, ഹിന്ദു, കമ്മ്യൂണിസ്റ്റ് നേതാക്കളില്ല. അപ്പം മതപ്രീണനത്തിന് വേണ്ടി കാന്തപുരത്തിൻ്റെ യോഗങ്ങൾ, മലപ്പുറത്ത് നടക്കുന്ന സമ്മേളനങ്ങൾ, സുന്നികളുടെ സമ്മേളനങ്ങളിൽ, സമസ്തയുടെ സമ്മേളനങ്ങളിൽ ഞാനാണ് അവരുടെ സംരക്ഷകരെന്ന് പറഞ്ഞു പോകുക. അപ്പോൾ അവർക്ക് തന്നെ അറിയാം UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ മതരീതിയിലുള്ള ഭരണങ്ങൾ ഇവിടെ പോകും. പക്ഷേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ധീരനായൊരു മനുഷ്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇനിയൊരു തീവ്രവാദത്തിന് കേരളത്തിൽ സ്ഥാനമില്ല. അതിൻ്റെ ഏക തെളിവാണ് 37-39 എണ്ണം ഡൽഹി ജയിലിനകത്ത് കിടക്കുന്നത്. സമാധാനപരമായ കേരളത്തെ സമാധാനപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഇവിടെ നമുക്ക് അതിന് കാണാൻ ഒരു ഉദാഹരണം മണിപ്പൂരാണ്. അവിടെ മൈതികളും എല്ലാം തമ്മിലുള്ള തർക്കം പരിഹരിച്ചു. അവിടെ 1 വർഷത്തിന് ശേഷം പുതിയ ഗവൺമെൻറ് വന്നിരിക്കുന്നു. ഇവിടെ എന്താണ്? അവിടെ പ്രശ്നം ജനങ്ങൾക്കില്ല. പരസ്പരം സമുദായത്തിൻ്റെ ബഹളം ഉണ്ടായിരുന്നു. ചർച്ചകൾ ചെയ്തു, പരിഹരിച്ചു. ആവശ്യങ്ങൾ MLA മാരെ, പ്രധാനമന്ത്രിയെ കണ്ടു, അമിത്ഷായെ കണ്ടു, ചർച്ച ചെയ്തു.
മണിപ്പൂരിൻ്റെ പ്രശ്നം കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും. മണിപ്പൂർ കേരളത്തിലാണ് വിഷയമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളം പുതിയ രീതിയിലേക്കൊരു ഗവൺമെൻറ് വരും, അതിന് യാതൊരു സംശയമില്ല. ഒരു തൂക്കസഭ വരികയാണ് എങ്കിൽ കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളൊരു സർക്കാർ, ഡബിൾ എഞ്ചിൻ സർക്കാർ വരും. ഇവിടുത്തെ തീവ്രവാദത്തെയും എല്ലാം മാറ്റിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മതമല്ല പ്രശ്നം, കേരളത്തിൻ്റെ വികസനമാണ് പ്രശ്നമെന്ന് പറഞ്ഞ് ഈ കരണ്ട് കിടക്കുന്ന കേരളത്തെ രക്ഷിക്കുവാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറാകും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇഡിക്ക് കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. എൻഫോഴ്സ്മെൻറ്റ് ഇവരെല്ലാം ഇഡി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലെ പോഷക സംഘടനയാണെന്നൊക്കെ ഇവർ പറയുന്നുവെങ്കിൽ തന്നെയും ഇഡിക്ക് അതിൻ്റേതായ നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് സ്വതന്ത്രമായ രീതിയിൽ അന്വേഷിക്കുവാൻ പൂർണ്ണ ചുമതല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാത്തത് കൊണ്ടാണ് മുൻ ഡയറക്ടറായിരുന്ന രാധാകൃഷ്ണനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് വീട്ടിൽ ചെന്നിരിക്കാൻ പറയുന്നത്. അദ്ദേഹം എനിക്ക് പറയട്ടെ, നമുക്ക് സമ്മർദ്ദം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ട് എന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ചില അന്വേഷണങ്ങൾക്ക്, ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങി ചില ഇത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ഡയറക്ടർ അന്വേഷണ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പുതിയ ആളിനെ വെച്ചത്. അത് CBI ആയാലും നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ആയാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയാലും ഫൊമ ആയാലും ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിഷ്പക്ഷമായ നിലപാടുകളോ അന്വേഷണമോ ചെയ്യാൻ അനുവാദം ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കേന്ദ്രം പറയുന്ന കേട്ട് ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എന്താ അത് പറഞ്ഞത്, ചിദംബരത്തിൻ്റെ മകൻ്റെ അന്വേഷണം വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ പാർലമെൻറ്റിൽ പറഞ്ഞത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ളവരെ CBI രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാരാണല്ലോ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോഴും ED ഉണ്ടായിരുന്നത്. മൻമോഹൻ സിംഗ് 2 പ്രാവശ്യം ഇരുന്നപ്പോഴുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ ED. മൻമോഹൻ സിംഗും CPM പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ CBIയിലുള്ളതും. അതെന്തേ ഇവർ മറക്കുന്നു? പെട്ടെന്ന് BJPക്കാർ പറയുന്ന അവർ EDയിൽ ആ രീതിയിൽ ഫയലുകൾ എഴുതും. സത്യസന്ധമായ നിഷ്പക്ഷമായ കറപ്ഷനില്ലാത്ത ഓഫീസർമാർ ഇനി ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. നല്ല രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് തന്നെ അവർ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കും. ഈ 90 ദിവസം കഴിഞ്ഞ് SIT കൊടുത്ത റിപ്പോർട്ടിൽ ജാമ്യമെടുത്ത് വരുന്ന പ്രതികളെ ED തൂക്കും. അതിന് യാതൊരു സംശയവുമില്ല, തെളിവുകളും കണ്ടെത്തും. ആ രീതിയിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പൂർണ്ണ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജിമാർ പറഞ്ഞിട്ടുള്ളത്, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ നിസ്സാരമായി, അമ്പലത്തിലെ സ്വർണം മോഷ്ടിച്ച പ്രതികൾ അങ്ങനെ ഈസിയായി പോകുകയില്ല, ശിക്ഷിക്കാതെ എണ്ണപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട 2 ജഡ്ജിമാരും ഇന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.